സൂര്യൻ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സ്ഥലം ഒഴികെ ഓരോ 12 മണിക്കൂർ കൂടുമ്പോഴും ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും സൂര്യൻ അസ്തമിക്കാത്ത ഒരു ഗ്രഹത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 105 ലൈറ്റ് ഇയർക്ക് അപ്പുറം കിടക്കുന്ന ഒരു സൂപ്പർ ഹാബിറ്റബിൾ പ്ലാനറ്റ് ആണിത്. ഈ പേര് പോലെ തന്നെ ഭൂമിയേക്കാൾ ജീവൻ നിലനിർത്താൻ വളരെയധികം മികച്ച ഒരു ഗ്രഹമായിരിക്കാം ഇത്. ഈ ഒരു ഗ്രഹത്തിന്റെ അവസ്ഥ എന്താ വെച്ചാൽ, ഭൂമിയിലുള്ള വൈകുന്നേരങ്ങളിലെ സമയമില്ല, ആ ഒരു കാലാവസ്ഥയില്ലേ, അതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ ഗ്രഹത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ചന്ദ്രൻ ഭൂമിയുമായിട്ട് ടൈഡലി ലോക്ക്ഡ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് എപ്പോഴും കാണാൻ കഴിയുള്ളൂ. എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് ഈ ഒരു ഗ്രഹത്തിനുള്ളത്. അതായത് ഈ ഒരു ഗ്രഹവും അതിന്റെ ഹോസ്റ്റ് സ്റ്റാറുമായിട്ട് ടൈഡലി ലോക്ക്ഡ് ആണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ ഒരു ഗ്രഹം ഓർബിറ്റ് ചെയ്യുന്ന ആ ഒരു ഹോസ്റ്റ് സ്റ്റാറിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു സൈഡ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അതായത് ഈ ഒരു ഗ്രഹത്തിന്റെ ഒരു വശം എപ്പോഴും പകൽ സമയവും മറുവശം എപ്പോഴും രാത്രി സമയവുമായിരിക്കും. അതോടൊപ്പം ഈ ഒരു ഗ്രഹം സൂപ്പർ ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രഹവും കൂടിയാണ്. പക്ഷെ എടുത്ത വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഗ്രഹവും അതിന്റെ ഹോസ്റ്റ് സ്റ്റാറും തമ്മിൽ അധികം ദൂരത്തിലല്ല നിൽക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ 0.04 ടൈംസ് അകലം മാത്രമാണ് ഈ ഒരു സ്റ്റാറും ഈ ഒരു ഗ്രഹവും തമ്മിലുള്ളത്. അതായത് നമ്മുടെ സൂര്യനും മെർക്കുറിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനേലും ഒരുപാടധികം മടത്തുകൂടിയാണ് ഈ ഒരു നക്ഷത്രവും ഈ ഒരു പ്ലാനറ്റും തമ്മിൽ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. ഇത്ര അടുത്തായിട്ട് പോലും ഈ ഒരു ഗ്രഹത്തിൽ ജീവൻ നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ടായതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഈ നക്ഷത്രത്തിന്റെ ബ്രൈറ്റ്നെസ് നമ്മുടെ സൂര്യനിലും 100 മടങ്ങ് കുറവാണ്. അതോടൊപ്പം ഈ ഒരു നക്ഷത്രം റെഡ് ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ കാറ്റഗറിയിൽ പെടുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു നക്ഷത്രം വളരെ വളരെ ചെറിയൊരു നക്ഷത്രമാണ്. ഇതിനൊരു നക്ഷത്രമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പോലുള്ള ഒരു സൈസ് ഇതിനില്ല. സാധാരണ ഒരു നക്ഷത്രത്തെ ഡിറ്റക്ട് ചെയ്യുന്നത് പോലെ വളരെയധികം എളുപ്പമുള്ള ഒരു പരിപാടിയല്ല ഇത്രയും ചെറിയൊരു നക്ഷത്രത്തെ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത് എന്നുള്ളൊരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നത്. 2021 ജൂലൈയിൽ നാസയുടെ ടെസ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് ഈ ഒരു സംഭവത്തെ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു നക്ഷത്രം അല്ലെങ്കിൽ തന്നെ വളരെയധികം ചെറിയൊരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ചെറിയൊരു പ്രകാശം മാത്രമാണ് ഈ നക്ഷത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ നക്ഷത്രത്തിന്റെ മുന്നിൽ കൂടെ ഒരു ഗ്രഹം പാസ് ചെയ്ത് പോവുകയും അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ ബ്രൈറ്റ്നെസ്സിൽ ചെറിയ ഒരു വേരിയേഷൻ കാണുന്നു. ഈ ഒരു ചെറിയ ബ്രൈറ്റ്നെസിന്റെ വേരിയേഷൻ നാസയുടെ ടെസ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഗ്രഹത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഒരു പെർട്ടിക്കുലർ സോളാർ സിസ്റ്റത്തിന്റെ ഇന്നർ പ്ലാനറ്റിനെ ആയിരുന്നു. അതിന്റെ കാരണം വേറൊന്നല്ല, ഇതിൽ നിന്ന് വളരെ ചെറിയൊരു പ്രകാശം മാത്രമാണ് ഭൂമിയിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം സ്പെക്കുലോസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഹാബിറ്റബിൾ പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുകയും അങ്ങനെയാണ് ഈ സൂപ്പർ ഹാബിറ്റബിൾ പ്ലാനറ്റിനെ പറ്റി നമുക്ക് അറിയാനും കഴിയുന്നത്. LP890-9c എന്നാണ് ഈ ഒരു പ്ലാനറ്റിന്റെ പേര്. ഇവർ നോക്കുമ്പോൾ ഈ ഒരു ഗ്രഹം ഈ ഒരു സോളാർ സിസ്റ്റത്തിന്റെ പെർഫെക്റ്റ് ഹാബിറ്റബിൾ സോണിലൂടെയാണ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഒരു പ്ലാനറ്റ് ഈ ഒരു നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോണിൽ കൂടെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടാവാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹത്തിൽ കണ്ടുവരുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്നത് പോലെ ഒരു ലിക്വിഡ് രീതിയിലുള്ള വെള്ളമായിരിക്കും. അതിന്റെ എല്ലാം അർത്ഥം വേറൊന്നല്ല, ഈ ഒരു ഗ്രഹത്തിൽ ജീവൻ കണ്ടുവരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതും പറഞ്ഞും പിടിച്ചും വരുമ്പോൾ ഈ ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയിൽ നിന്ന് കേവലം 105 ലൈറ്റ് ഇയർ മാത്രമാണ് ദൂരത്തിൽ നിൽക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു 1000-4000 വർഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഗ്രഹത്തിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. എന്ത് തന്നെയായാലും ഭൂമിയിൽ നിന്ന് ഇത്രയും അടുത്ത് ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഭൂമിയെക്കാളും ഏകദേശം 40% വലിപ്പമുള്ള ഒരു ഗ്രഹമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയെക്കാളും വളരെയധികം ഗ്രാവിറ്റി കൂടുതലുള്ള ഒരു ഗ്രഹം കൂടിയായിരിക്കും ഇത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ 70 കിലോ ആണ് ഭാരമെങ്കിൽ ഈ ഒരു ഗ്രഹത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് നേരെ 100 കിലോ ആയിട്ട് മാറും. അതിന്റെ കാരണം ഈ ഒരു ഗ്രഹത്തിലേക്ക് നമ്മൾ കൂടുതൽ ഫോഴ്സിൽ അട്രാക്റ്റഡ് ആവുകയാണ്. ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസങ്ങളാണ്. പക്ഷേ ഈ ഒരു ഗ്രഹത്തിലെ ഒരു വർഷം എന്ന് പറയുന്നത് കേവലം ഭൂമിയിലെ ഒരാഴ്ചയും ഒരു ദിവസവും മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഒരു ഗ്രഹത്തിന്റെ ഒരു വശം എപ്പോഴും പകൽ സമയവും ഒരു വശം എപ്പോഴും രാത്രി സമയമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി അഥവാ ഈ ഒരു ഗ്രഹത്തിൽ ജീവജാലം ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രഹത്തിന്റെ ഒരു വശത്ത് ഉണ്ടായി വരുന്ന ആ ഒരു ജീവജാലവും മറുവശത്ത് ഉണ്ടായി വരുന്ന ഒരു ജീവജാലം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും.
അതായത് ഒരേ ഗ്രഹത്തിൽ തന്നെ രണ്ട് എക്സ്ട്രീം ലെവലുള്ള സ്പീഷീസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെ പറ്റിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഭൂമിക്ക് അപ്പുറം ഒരു ജീവനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട എക്യുപ്മെന്റ് ആണ് JWST എന്ന് പറയുന്നത്, ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഈ ഒരു ടെലിസ്കോപ്പ് ആയിക്കോട്ടെ ഇത്തരം ഗ്രഹങ്ങളിലത്തെ അറ്റ്മോസ്ഫിയറിൽ കണ്ടുവരുന്ന മോളിക്യൂൾസിനെ അനലൈസ് ചെയ്തിട്ട് ആ ഗ്രഹത്തിൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെയാണ് JWST ഇരിക്കുന്നത്, ഇവിടെയാണ് ഈ പറയുന്ന ആ ഒരു ഗ്രഹം ഇരിക്കുന്നത്, ഇവിടെയാണ് ആ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ഹോസ്റ്റ് സ്റ്റാർ ആയിട്ടുള്ള ആ ഒരു സൂര്യനും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൂര്യനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രകാശം ഈ പറയുന്ന ആ ഒരു ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കൂടി പാസ് ചെയ്ത് ഈ പറയുന്ന JWSTയിൽ വന്ന് ഇടിക്കും. ഇവിടെ ഈ പ്രകാശം വന്നിരിക്കുന്നത് ഒരുപാടധികം ലൈറ്റ് ഇയർക്ക് അപ്പുറം കിടക്കുന്ന ഒരു ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കൂടി ആയതുകൊണ്ട് തന്നെ ഈ പ്രകാശത്തിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെയ്യുന്ന വഴി ഈ ഒരു ഗ്രഹത്തിൽ ജീവന്റെ അംശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റും. നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് ഡാറ്റ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിക് ഡാറ്റയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, കഴിഞ്ഞ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ നിലനിർത്തുന്ന ഒരു ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാടധികം കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത്തരം യുണീക്ക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് വേറൊരു അറ്റ്മോസ്ഫിയറിൽ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ജീവനുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഈ ഒരു ഗ്രഹങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ പ്രപഞ്ചം വളരെ വലിയൊരു സ്ഥലമായതുകൊണ്ട് പല രീതിയിലുള്ള പല വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഉപയോഗിച്ച് വരുന്ന ആ ഒരു മെത്തേഡ് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ തരണമെന്നും യാതൊരു നിർബന്ധവുമില്ല. K218b എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തിൽ ഡൈമീഥൈൽ സൾഫൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സാധാരണ ഭൂമിയിൽ ഈ ഒരു കോമ്പൗണ്ട് കണ്ടുവരാനുള്ളതിന്റെ ഒരേ ഒരു കാര്യം ഭൂമിയിൽ ജീവൻ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ ഒരു സംഭവം തന്നെയാണ് K218b എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്ന് JWSTക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു അസംഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതും ഈ ഒരു ഗ്രഹം നമ്മൾ ഇൻഡസ്ട്രിയൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുഴുവനും ഓഷ്യൻസ് നിറഞ്ഞ, കടലുകൾ മാത്രം നിറഞ്ഞ ഒരു ഗ്രഹം കൂടിയാണ്. K218b പറ്റി നമ്മൾ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കയറി കണ്ടാൽ മതി. എന്നാൽ LP890-9c എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഗ്രഹം ഇതേപോലെ തന്നെ ഒരു ഹൈസിയൻ പ്ലാനറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഹൈസിയൻ എന്ന് പറയുന്നത് മുഴുവൻ കടലുകൾ മാത്രം നിറഞ്ഞ ഒരു ഗ്രഹം ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഗ്രഹങ്ങളിൽ ജീവിച്ചു വരുന്ന ജീവജാലങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് സത്യം പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. ഭൂമിക്കപ്പുറം ഒരു ജീവനെ കണ്ടെത്താന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു അറിവനുസരിച്ച് കോടാനുകോടി കണക്കിന് ഗാലക്സികളാണ് നമ്മുടെ യൂണിവേഴ്സിലുള്ളത്. ഈ ഓരോ ഗാലക്സികളിലായിക്കോട്ടെ ട്രില്യൺസ് ഓഫ് പ്ലാനറ്റ്സ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഭൂമിനെ പോലെ അത്രയധികം ഗ്രഹങ്ങൾ ഈ ഓരോരോ ഗാലക്സിക്ക് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര അധികം ഗ്രഹങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യരുടെ കൈവശം ഇത്ര അധികം ടെക്നോളജി ഉണ്ടായിട്ട് പോലും ഇതുവരെ ഭൂമിക്കപ്പുറം ഒരു ജീവനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം പറയുന്നത് യൂണിവേഴ്സിൽ നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് ജീവജാലങ്ങൾ കണ്ടുവരുന്നുള്ളൂ, നമ്മൾ വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു റിയാലിറ്റിയാണ്. ജീവൻ എന്നുള്ളൊരു പ്രക്രിയ ഇവിടെ നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് കണ്ടുവരുന്നതെങ്കിൽ അത് വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. അങ്ങനെ ഒരു റിയാലിറ്റി കിടക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം യുദ്ധം വയ്ക്കുകയും മാക്സിമം നമ്മൾ ഈ ഒരു ഗ്രഹത്തെ പല രീതിയിൽ ചൂഷണം ചെയ്യുകയും യാതൊരു വീണ്ടും വിചാരമില്ലാത്ത കാര്യങ്ങളല്ല നമ്മുടെ ഈ ഒരു ഭൂമിയിൽ കാഴ്ചവെക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ ആലോചിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.